ഓണസദ്യയിൽ ഒഴിച്ചുകറിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രസം. അപ്പം നമുക്കിന്ന് രസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രസം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു രീതി കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ തുവരപ്പരിപ്പ് ഒന്ന് കഴുകിയിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാൻ പോവുകയാണേ. അപ്പോൾ ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് 3-4 വിസിൽ നടിപ്പിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് ഉടയുന്ന രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിൽ വേണ്ട ഒരു മസാല റെഡിയാക്കുക. അപ്പം അതിനായിട്ട് ചെറിയ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, ജീരകം, കുരുമുളക് ഇത്രയും ചേർത്തൊന്ന് ചതച്ചെടുക്കണം. അരയ്ക്കേണ്ട ആവശ്യമില്ല, ചതച്ചാൽ മതിയാവും. ഇനി നിങ്ങളുടെ കയ്യിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിലൊന്ന് ചതച്ചെടുത്തിട്ട് മാറ്റി വെക്കുക. അടുത്തത് പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഇളം ചൂടുവെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പിഴിഞ്ഞ് മാറ്റി വെക്കാൻ പറ്റും. ഇനി ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണും താഴെ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക്, കരിവേപ്പില ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക. ഈ മസാലയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവേ. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതല്ലാതെ നമ്മൾ എക്സ്ട്രാ വെള്ളവും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം പുളിവെള്ളം, നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തക്കാളി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കണം. ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന തുവരപ്പരിപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് തുവരപ്പരിപ്പ് ചേർക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം മതിയാവും. പക്ഷേ ഇന്ന് ഞാൻ തുവരപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. സാധാരണ അതിൻ്റെ വെള്ളം എടുത്തും രസം ഉണ്ടാക്കാറുണ്ട്. 2 രീതിയിലും ആക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആക്കാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രസത്തിന് ആവശ്യമുള്ള അത്രയും വെള്ളവും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ രസം പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റിലായിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് ജാഗ്രി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഒരു ചെറിയ സ്വീറ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ രസം ഒരുപാട് ഇട്ട് തിളപ്പിക്കുക. ജസ്റ്റ് ഒന്ന് ബോയിലായി വരുമ്പോൾ തന്നെ മല്ലിയിലയും പിന്നെ കായ്പ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.